റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറക്കിയുടെ സമയമായിട്ടുണ്ട്. അതിന് മുന്നേ നമ്മളായിട്ട് ഇറങ്ങുന്നില്ല നല്ലത്. പിന്നെ ഇവന്റെ നോട്ടം ഇറങ്ങേണ്ട ആരും നോക്കണം, ഇവനർത്ഥം ശരിയല്ല. അങ്ങനെ റിസോർട്ട് മരുഭൂമിയുടെ ഒരു മോളിലായതുകൊണ്ട് പോക്കുവരൊക്കെ ഞങ്ങൾക്ക് കാറുള്ളതുകൊണ്ട് എളുപ്പമായി. കാറുണ്ടായിട്ട് കാര്യമില്ലല്ലോ, കാറ് തന്നെ വേണം. നമ്മളെല്ലാവരും ഇതിലേക്കൂടെ കയറ്റാൻ ഒന്നും മടിക്കുമ്പോൾ നമ്മുടെ പ്രോ ഡ്രൈവർ അൽത്താഫ് ഷാവുൽ ഇതിലേക്കൂടെ കയറ്റി ഇറക്കുകയും ചെയ്യും. ഇവനെ കൊണ്ടേ പറ്റുള്ളൂ ഇതെല്ലാം. നമ്മൾ ഇറങ്ങി വരുന്ന വഴി 2-3 ചേച്ചിമാർ അരിവാളുമായിട്ട് ഇങ്ങനെ നടക്കുമോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നോട് ചോദിക്കുക എന്നോട് തമ്പി കാണിക്കുന്നതെന്ന്. എന്തായാലും നമ്മൾ അത്ര ഇറങ്ങി നടന്നു വന്നേ. അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഒരു നൂഡിൽസും കുറച്ച് ഫ്രൈഡ് റൈസും ഒക്കെ മേടിച്ച് നമ്മളൊരു പിടി പിടിച്ചങ്ങോട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്. കുരങ്ങൻ പോലും കയറാത്ത മലയെല്ലാം വലിഞ്ഞു കയറി ഈ പയ്യെ ഫോട്ടോ എടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഫ്രണ്ട്ഷിപ്പ് വൈബ് നിലനിർത്താൻ വേണ്ടിയാന്നൊക്കെ പറയും. ഇവൻ ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ടപ്പോഴത്തേക്ക് പോകുമ്പോൾ പറയുക വേടനാണ്, പക്ഷേ വെറും വേട്ടാവളിയാണ്. ഇവന്മാർ ഒരേ കളർ ചെരുപ്പ് കിടന്നു കിട്ടി. ഒരു വാപ്പാക്കുണ്ടായ 2 കുട്ടികൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഗുണാക്കേവിലേക്ക്. ഇത്രയും പേരായിട്ടാണ് നമ്മൾ കൊടൈക്കനാൽ വന്നത്. ഈ നടുക്ക് വരുന്നതാണ് ആകെ മുട്ടഞ്ഞത്രേ ഉള്ളൂ. എന്നാലും കൂളിംഗ് ഗ്ലാസ് വെപ്പിന് ഒരു കുറവില്ല. ഇവിടെ വന്നിട്ടാണ് ഇവന്മാരെല്ലാം സുഭാഷ വിളിയാ. പടം ഇറങ്ങി 5 വർഷമായി ഇവർ ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഗുണാക്കേവിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഏതോ ഒരു ബംഗ്ലാവ് എത്തിയിട്ടുണ്ട്. ഇവിടെ പഴയ പുരാണ വസ്തുക്കളെ കൊണ്ടെന്നൊക്കെ പറയും, നമുക്കറിഞ്ഞു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് എല്ലാം അവസാനിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി റോഡ് സൈഡിൽ നിന്ന് ഒരു പെപ്സിയും കുടിച്ച് നേരെ വീട്ടിലോട്ട്. അങ്ങനെ വെളുപ്പിന് 3:30 നമ്മുടെ ഹോം സ്പോട്ട് മറ്റക്കാട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ വിത്ത് കമന്റ് വിത്ത് ഫോളോ.